ഞാൻ എന്തെങ്കിലും പറയാം. നീ ഇതിന്റെ ആള് നീ എന്നെ പറ. പക്ഷെ ഞങ്ങള് പറഞ്ഞിട്ടല്ല. കളർത്തിയൊന്നുമില്ല. മാമ പാവിന്റെ മാല ചോദിച്ചിട്ടുണ്ട് പോകുമ്പോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പാറു സ്റ്റക്കായിട്ടുണ്ട്, സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മളിന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് അമ്മ വീട്. അമ്മ വീട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രിവാൻഡ്രത്താണ് കേട്ടോ ഈ സൈറ്റ്. ഇന്ന് ഞങ്ങളുടെ മാമൻ്റെ ട്രീറ്റാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഓരോ ദിവസം ഓരോരുത്തരുടെ ട്രീറ്റാണോ എന്ന്. ഞങ്ങളിങ്ങനെയൊക്കെയാണ്, മനസ്സിലായില്ലേ? അത് മാമൻ കേട്ടെന്ന് തോന്നുന്നു. മാമൻ പറഞ്ഞു ഇവളൊക്കെ. എന്നാലും വിഷമിക്കേണ്ട, ഫുഡല്ലേ, അവർ സ്നേഹത്തോടെ വിളിക്കുമ്പം നമ്മൾ സ്നേഹത്തോടെ വന്ന് കഴിക്കണം. അത്ര മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് അവർക്ക് പണി കൊടുത്തു, അവർ ഫുഡിന് വെയിറ്റിങ്ങിനാണ്. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികൾ ഇങ്ങനെ തുടരുന്നു. നമുക്ക് നേരെ അവരുടെ അടുത്തോട്ട് പോകാം. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടുത്തെ വൈബ് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ നടുക്കൊരു പ്ലാന്റ്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനാണെങ്കിൽ നല്ല കുറേ പേര് വരുവാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ, ഇതാണ് മാമനും ആൻറ്റിയും, അവരുടെ ട്രീറ്റ് ആണേ. മാമ നോക്കണ പെട്ടുപോയി. അപ്പൊ നമുക്ക് ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? എക്സാക്ട് സൈറ്റ് മാമ പറഞ്ഞു തരും. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്നും തൈക്കാട് വന്നിട്ട് മേട്ടുക്കട എന്ന് പറഞ്ഞ സ്ഥലം. മേട്ടുക്കടയിലെ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ അടുത്തായിട്ട് റെസ്റ്റ് ഹൗസിന്, തൈക്കാട് റെസ്റ്റ് ഹൗസിന് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഈ അമ്മ വീട്. പിന്നെ ഇവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്ക്. ഇത് നമ്മുടെ അമ്മുക്കുട്ടി. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അത് ഇളയ മകനാണ്, ഇത് മൂത്ത മകൻ ശ്രീജിഷ് പഠിക്കുകയാണ്. കിച്ചാണേൽ ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ, എൻ്റെ മാമനും വക്കീലായി. കണ്ടോ, ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട് കേട്ടോ. കേസുകളുമായി സമീപിക്കാം. പിന്നെ ആൻറ്റിയും പുതിയൊരു സെക്ഷനിലോട്ടൊക്കെ തിരിയുന്നു. കണ്ടോ നമ്മുടെ ഫാമിലി. ആ ഇരിക്കുന്നതാണ് നമ്മുടെ കിടിലം രാജു. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. കണ്ടോ, നല്ല വൃത്തിയാണ്. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ശരിക്കും എന്താ ഒരു അമ്മ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു അമ്മ വീട് തന്നെയാണ്. അതെ, ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ തന്നെ ഫുഡാണെങ്കിലും കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫുഡി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ മസ്റ്റ് ട്രൈ ആണ്, ഇവിടെ വരണം. മാജിക്കിലൂടെയാണ് ഇവിടെ മീനൊക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ആയിരിക്കാം നല്ല ടേസ്റ്റുള്ള. അല്ലെങ്കിലും പാറു തള്ളു 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 തള്ളു. ഇത് നമ്മുടെ മീൻ പൊളിക്കുന്നത് റെഡിയാക്കിയാണ്. മസാലാസൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീൻ എടുത്ത് ഇതിൽ വയ്ക്കും, നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കും. എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മീൻ പൊള്ളിച്ചതുണ്ട് ഇതിലെ. അപ്പോൾ ഇതാണ് അവിടുത്തെ കിച്ചൺ. അതുപോലെ തന്നെ അവിടെ കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട്. പിന്നെ അവിടുത്തെ മെനു ആണ് ഈ കൊടുത്തേക്കുന്ന എല്ലാം. ഇത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. എല്ലാവരും ഹായ് പറയൂ. അതെ, നമ്മളിങ്ങനെ വരുന്ന കണ്ടോ, ഞങ്ങളെ മനസ്സിലായോ? ഞങ്ങളുടെ ചേട്ടന്മാര് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ. കണ്ടോ നമ്മുടെ ചേട്ടന്മാര്. ശരിക്കും ഇന്നൊരു സന്തോഷമാണ് കേട്ടോ. ഫുഡിനെക്കാളും വി ആർ എൻജോയിങ് ദിസ് മൊമെന്റ്. ഓക്കെ, ഇത് പ്രൊമോഷൻ ഞങ്ങൾ പറഞ്ഞിട്ടല്ല. We don't. No promotion, we just met. Nowadays the women are പറഞ്ഞോളൂ. Arpit. Yes. Ganesh. Aditya, Arpit, Ganesh, our new friends and subscribers. Yeah, I'm from Telangana. Yeah. Oh, really? We got subscribers from Telangana. Uttar Pradesh. Indore, Madhya Pradesh, Indore. Thank God for giving such a wonderful moment. Samu. Okay. Archana. My name is Anjana. What's your Insta ID? അങ്ങനെ വെറൈറ്റിക്കായി ഞങ്ങൾ ട്രൈ ചെയ്തത് നൂൽ ബറോട്ടയും ഡ്രാഗൺ ചിക്കനും ആയിരുന്നു കേട്ടോ. ഭയങ്കര പോളിംഗ് ആണ്. അയ്യോ, പോളിംഗ് അല്ല, പാവം തുടങ്ങിയിട്ടേ ഉള്ളൂ. പതിയെ കഴിക്കണം. ഇതാണ് ചിക്കൻ. ഈ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് ചിക്കൻ, എനിക്ക് വേണോ.
വളരെ സ്പെഷ്യൽ ഐറ്റം. ആ സ്പെഷ്യൽ മീൻ കറി. ഒരില കിട്ടിയിരുന്നെങ്കിൽ. ഇത് ഇഞ്ചി. ഇഞ്ചി ഉണ്ടോ? ഓ ഇവിടെ ഇഞ്ചി കൂടെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ഇഞ്ചി കറി. മിക്കവാറും ഞാനൊരു വീഡിയോഗ്രാഫറായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. പൊള്ളിച്ചത് വന്നു. മീൻ പൊള്ളിച്ചത് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ നോക്കാം. മിക്കവാറും ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. ഇവര് ഫുള്ള് കഴിച്ച് തീക്കുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ അങ്ങനെ തന്നെയാണ്. പറ്റിയ പണിയാണ്. മുള്ളെങ്കിലും കിട്ടുമെന്നല്ലേ? അതുകൊണ്ട് അവര് നമ്മൾക്ക് നല്ലപോലെ സെർവ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നല്ലപോലെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. കാരണം ഇച്ചിരി വലിയ മീനാണ്. അടി കൂടണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. നമുക്ക് നോക്കാം. വേണ്ടേ, ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ സഹായിസ്. പാറു ഫോൺ എന്നെ ഏൽപ്പിച്ചിട്ട് പോളിങ്ങിനിരുന്നു. കാരണം അറിയാലോ, അവൾക്ക് പിന്നെ ഫുഡ് കണ്ട ഒരു രക്ഷയില്ല. എന്നെ പോലെ ഒരു സമാധാനം അവൾക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സിലായ ആദ്യം കൈവച്ചത് ആരാന്നാണ്. മാമൻ പതുക്കെ ഒരു പ്ലാനിങ് ചെയ്തു. ഇന്ന് പണി പാറുവെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനൊരു ബില്ല് അടയ്ക്കണമല്ലോ. അപ്പം മാമൻ കണ്ട വഴി ഇതെന്ത് മീനാണ്? ആവോലി. എന്താ? ആ അതെ, നട്ടർ എന്നാണ് കേട്ടോ. പാവൻ ചേട്ടന്മാർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി പോളിസി പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇവർ പതുക്കെ അടിത്തറ കാണുകയാണ് ഗൈസ്. ഇവിടുത്തെ തിരക്ക് കണ്ടോ. അവൾക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ 2 തവണ അടിപൊളിയെന്ന് പറയണം. അത് എൻ്റെ അനിയ. അവൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. പാവിനെ നോക്കണ്ട. അപ്പച്ചൻ എന്നാ ഭയങ്കരമായിട്ട് അങ്ങ് കൗണ്ടർ അടിച്ച് അങ്ങ് തളർത്തയാണ്. പക്ഷെ ഞാൻ തളരൂല ഗൈസ്, തളരൂല. മാമൻ തളർത്തിയൊന്നുമില്ല. മാമൻ പാറുവിന്റെ മാല ചോദിച്ചിട്ടുണ്ട്. അതൊരു തെറ്റാണോ? എന്ത് വേണോ വാങ്ങിച്ചു തരാം, പക്ഷെ മാല വേണം അല്ലേ അമ്മൂമ്മ? അപ്പൊ അമ്മൂമ്മ പറഞ്ഞ അമ്മൂമ്മ കൊടുത്തോളാന്ന്. അമ്മൂമ്മയ്ക്കുണ്ടേ. അപ്പോഴേ ആന്റി ആശ്വസിപ്പിച്ചു, വേണ്ട ചേട്ടാ ഞാൻ കൊടുത്തോളാം ബില്ലെന്ന്. അതെ ഗൈസ്. പിന്നെ അയ്യോ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്കും കൂടെ ആയിക്കോട്ടെ. ആരാണ് ആദ്യം പോളിംഗ് കഴിഞ്ഞതെന്ന്? ആര്? ഇല്ല, ഇത് പാറുവിന്റെ പ്ലേറ്റ് ആണ്. മീൻ പൊള്ളിച്ചത് ഇത്തിരി വലുതായി പോയി കേട്ടോ. അതുകൊണ്ട് ബാക്കി പാഴ്സലാക്കി. എല്ലാം പശുവിൻ്റെ വയറ്റിൽ പോട്ടെ എന്ന് പറഞ്ഞാണ് എനിക്ക് തരുന്നത്. പിന്നെ നമുക്ക് ആഹാരത്തിന് വേണ്ടി പശു എന്നൊരു വിളി കേൾക്കാനും എനിക്ക് നാണക്കേടില്ല. ആറു നിങ്ങൾക്കൊരു മാച്ചിങ് ഉണ്ട്. എല്ലാവരും ഓറഞ്ചും യെല്ലോ ഷെയ്ഡാണ്. പിന്നെ അതുകൊണ്ട് ഇവരും മാച്ചിങ് ആണ്. ഇത് എൻ്റെ അമ്മയും ആൻറ്റിയും ഉണ്ടല്ലോ, ഇങ്ങനെ എവിടെ പോയാലും ഇതുപോലെ കാണും കേട്ടോ മാച്ചിങ്. കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. യാദൃശ്ചികമായിട്ടാണ്. പിന്നെ ഇവരെ വിശ്വസിക്കാൻ ഇനി ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടുപേരുടെ ഫോണും. രണ്ടുപേരും ഒരേ നാളുകാരാണെന്ന് കേട്ടോ. ഞാൻ മാത്രം ബ്ലാക്ക്. കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. ഇത് റോസ് താൻ എനിക്ക് പിടിച്ച കളറ്. അവര് പാടൂല. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണെന്നറിയോ? ഫുഡൊന്നും അല്ല കേട്ടോ പ്രധാനം. പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കാരണം എല്ലാവരും എന്താണ് ഒരേ മൈൻഡാണ്. അത് കൈയിട്ട് വരാം. അത് പണ്ടേ അത് തന്നെ നമ്മൾ നോക്കണ്ട. ചൊട്ടയിലെ ശീലത്തിടല വരെ. എന്നാലും നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെടുന്നതിനൊരു കാരണം, ഒരു ഫംഗ്ഷനൊക്കെ വന്നാലും നമ്മളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എല്ലാവരും അത്യാവശ്യം നല്ല ജോബ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇതിലൊന്നും ആരും ഒന്നും കാണിക്കാറില്ല. നമ്മളുടെ
വിത്തൗട്ട് ചായ ആക്കൊക്കെ പറഞ്ഞ് ഒരാൾ കഴിച്ച് തീർന്നിട്ടില്ല ഏട്ടാ. ആ പോയാ മുള്ളു പോയാ. ഞങ്ങളുടെ ആവശ്യത്തിന് കഴിച്ചു. ഇത് കൂടുതലെടുത്ത് അത് കഴിക്കാൻ വേണ്ടി കഴിക്കുന്നത്. ആ അതെ, അത് കഴിക്കാൻ വേണ്ടി ജീവിക്കണത്, കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പച്ചൻ ലൈമാണ്, തൻ്റെ ചേട്ടൻ പൈനാപ്പിളാണ്. അങ്ങനെയല്ല, കിഷോറേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിഷോറേട്ടൻ കൂടെ ഉണ്ട്. കിഷോറേട്ടൻ്റെ കടയാണ്. ഞാൻ എന്തെങ്കിലും പറയാം. നീ ഇതിന്റെ ആള്, അപ്പൊ നീ എന്നെ പറ. അടുത്ത ആള് വേണം. ഇവ എന്ത് പറയുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. എന്താണ് അമ്മ വീട്. അമ്മ വീടിന്റെ നമ്മുടെ കിഷോറേട്ടനെ കണ്ടോ? അപ്പോ അമ്മ വീടിന്റെ ഉടമയാണ് കേട്ടോ. ശരിക്കും ആക്ച്വലി നമ്മൾ വന്ന് പെട്ടപ്പോ കണ്ടു. ഭക്ഷണം കഴിച്ചല്ലോ. ആ ഭക്ഷണം കഴിച്ചു, അടിപൊളി. എന്തായാലും ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ 2 വാക്ക് പറയണോ? സൂപ്പർ കേട്ടോ. എന്റെ ആന്റി പാല് വയ്ക്കണുണ്ട് കിഷോറേട്ടനെ. വേണ്ട, അപ്പൊ അതൊക്കെ വിടാല്ലേ. ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂട്യൂബിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ കിഷോറേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.